ഇപ്പം ദുബായിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അവിടെ ഫ്രണ്ട്സ് ഉണ്ടായേക്കാം. അവിടെ എന്ത് വേണം, ഏത് സർട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാല്യൂ ഉണ്ടാവും. ഇപ്പം UK പോകണം, അല്ലാന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകണം, എന്ത് വേണം? അല്ല, എനിക്ക് നാട്ടിൽ നിന്നാൽ മതി, എനിക്ക് വലിയ പൈസ ഒന്നുമില്ല ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, നാട്ടിൽ എനിക്ക് പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് ഒരു 50,000 രൂപ ഉണ്ടാക്കണം, ഞാൻ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം? ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, എനിക്ക് നല്ല ഫോളോവേഴ്സ് എല്ലാം ഉണ്ട്, എനിക്ക് നല്ല വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കേഷൻ വേണം, ഞാൻ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം? എനിക്കൊരു പ്രൊഫഷണലാവണം, എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം? ഈ എല്ലാ ചോദ്യത്തിനും എൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. ഗ്രീൻസ് ഫിറ്റ്നസ് അക്കാഡമിയുടെ കയ്യിൽ ഉത്തരമുണ്ട്. Hello everyone, my name is Yasin Hassan, CEO of Greens Fitness Academy, and I am here to help you all. Very genuinely. നിങ്ങൾ ഓരോരുത്തരും പാസ് ചെയ്യുന്ന പല ഏരിയാസിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. 1000+ ട്രെയിനേഴ്സ് സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓൾമോസ്റ്റ് 200+ സ്റ്റുഡൻസ് അബ്രോഡ് കൺട്രീസിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അമേരിക്കൻ ആർമിയിൽ, ഖത്തറിൽ, ഇറാഖിൽ, അബുദാബിയിൽ, ദെൻ കുവൈത്തിൽ നമ്മുടെ ട്രെയിനേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സോൾജേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ അക്കാദമിയിൽ നിന്ന് പഠിച്ചറിഞ്ഞ സ്റ്റുഡൻസ് ആണ്. ഓൾമോസ്റ്റ് 4000-ഓളം സ്റ്റുഡൻസ് നമ്മൾ വെബിനാർസ് പോലുള്ള കാര്യങ്ങളിലൂടെ ഈ ഫിറ്റ്നസ് ട്രെയിനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ള അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ദെൻ എനിക്ക് ഓൾറെഡി 2 ജിമ്മുള്ളതാണ്, ഗ്രീൻസ് ഫിറ്റ്നസ് ബ്യൂട്ടി സ്റ്റുഡിയോ, ഗ്രീൻസ് ഫിറ്റ്നസ് സ്റ്റുഡിയോ പെരിന്തൽമണ്ണ, കാലിക്കറ്റ്. ഓൾമോസ്റ്റ് 10 years ആയിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ അമേരിക്കൻ ആർമിയിൽ അമേരിക്കൻ സോൾജേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ട്രെയിനിങ് ചെയ്യാൻ അബ്രോഡ് പോകുന്നത് അത് ചൈനയിലാണ്. ഗോങ്ചോലും വെങ്ചോയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. എൻ്റെ +2 കഴിഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ടാണ് എനിക്ക് പുറത്ത് അബ്രോഡ് പോകാനുള്ള ഒരു അവസരം കിട്ടി. സപ്ലിമെൻറ്റ്സ് സെല് ചെയ്തിട്ടുണ്ട്, എക്യുപ്മെൻറ്റ്സ് സെല് ചെയ്തിട്ടുണ്ട്, എക്യുപ്മെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിം സെറ്റപ്പിംഗ്, പല ജിമ്മുമായിട്ടുള്ള കൊലാബറേഷൻ ഉണ്ടായിട്ടുണ്ട്, പല അക്കാദമീസുമായിട്ടുള്ള കൊലാബറേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അബ്രോഡ് കൺട്രീസിൽ എനിക്ക് ഒരുപാട് ജിമ്മുള്ള സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് അവിടെ പോയിട്ട് ജിമ്മ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് നമ്മൾ ഇന്റേൺഷിപ്പിന് നമ്മളെ സ്റ്റുഡൻസിനെ വിടുന്നുണ്ട്. ദെൻ എൻ്റെ 21ാമത്തെ വയസ്സിൽ തന്നെ ഞാനൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ആഗ്രഹമുള്ള ആൾക്കാർ, അതിനോടൊരു ക്രൈസ് ഉള്ള ആൾക്കാർ, അവർ എങ്ങോട്ടാണ് അവരുടെ ലക്ഷ്യം വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രേ കാലത്തെ എക്സ്പീരിയൻസിന് ആളുകളെ കണ്ടതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയി വരും. ഒരു അക്കാദമി റൺ ചെയ്യാന്നുള്ളതല്ല അൾട്ടിമേറ്റ്ലി എൻ്റെ പർപ്പസ്. എൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഗ്രീൻസിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ 70% ആളുകൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. ഇവർക്കൊക്കെ അൾട്ടിമേറ്റ്ലി വേണ്ട ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു റെഗുലർ എക്സസൈസറാക്കി മാറ്റുക എന്നുള്ളതാണ്. വളരെ കുറച്ച് ട്രെയിനേഴ്സിന് മാത്രമേ ഒരാളെ റെഗുലർ എക്സസൈസർ ആക്കാനുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യാൻ അറിയൂ. അത് ഏത് പഠിച്ചാൽ വരും, എങ്ങനെ തിങ്ക് ചെയ്താൽ വരും എന്നുള്ളതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. എങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഒരു കാരണം നമ്മുടെ ജിമ്മിൽ വരുന്ന 90% ആൾക്കാരും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് നിർത്തും. ചിലപ്പോൾ 10 കിലോ കുറഞ്ഞിട്ടാവാം, ചിലപ്പോൾ നാളെ ആവാം, പക്ഷെ അവർ നിർത്തും. പിന്നെ അവർ റെഗുലർ എക്സസൈസർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാറുന്നില്ല. പക്ഷെ വളരെ കുറച്ച് 5% ട്രെയിനേഴ്സ് മാത്രം, അല്ലെങ്കിൽ ക്ലയൻസ് മാത്രമേ സ്ഥിരമായിട്ട് വരുന്നുള്ളൂ. അവർക്ക് ചെറുപ്പം മുതലേ പാഷൻ കിട്ടിയിരുന്നു. നമ്മളെ പോലുള്ള ആൾക്കാർ, അവർക്ക് ജിമ്മിനോട് ഒരു ഇൻട്രസ്റ്റ് ആദ്യം വന്നിട്ടുണ്ടാവും. അത് അവരെ ഹാബിച്വൽ പാറ്റേണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഒരു ട്രെയിനർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ട്രെയിനർക്ക് പ്രോപ്പറായിട്ട് അവരെ അസസ് ചെയ്യാം, പല രീതിയിൽ അസസ് ചെയ്യാം. അവരുടെ ഫിസിയോളജി, ഹൈറ്റ്, വെയിറ്റ്, ദെൻ ഫാമിലി ഹെൽത്ത് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, ദെൻ അവരുടെ വർക്ക്ഔട്ട് ഹിസ്റ്ററി, അവർ കംപ്ലീറ്റ്ലി അവരുടെ ഫിസിയോളജി നമ്മളെ കയ്യിലേക്ക് നമുക്ക് അസസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഫിസിയോളജി മാത്രം അസസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അയാളെ റെഗുലർ എക്സസൈസറാക്കി മാറ്റാൻ പറ്റില്ല. അവരുടെ സൈക്കോളജി എന്താണെന്ന് അറിയാം, അവർക്ക് ഈ എക്സസൈസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആൻസൈറ്റി ഉണ്ടോ, അവരുടെ എക്സസൈസിനോടുള്ള മനോഭാവം എന്താണ്, അവരുടെ സൈക്കോളജി. കാരണം ചില ആൾക്കാർക്ക് ഞാൻ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും, ചില ആൾക്കാർ വിചാരിക്കും ഞാൻ വരും അപ്പം തന്നെ തിരിച്ചു പോകാൻ പല കാരണങ്ങളുണ്ടാവും, പക്ഷെ എൻ്റെ മെൻ്റലി ഞാൻ റെഡിയല്ലേ. പക്ഷെ അവരെ സൈക്കോളജിക്കലി പ്രോപ്പറായിട്ട് നമ്മൾ അസസ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എമ്പതി കൊടുക്കേണ്ടടുത്ത് എമ്പതി കൊടുക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം കട്ട് ഡൗൺ ചെയ്യേണ്ടടുത്ത് പ്രോഗ്രാം കട്ട് ഡൗൺ ചെയ്യാം. ദെൻ ഈ 2 സൈക്കോളജിയും അത് മാത്രം പോരാ, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അവരുടെ എൻവയോൺമെന്റ് മനസ്സിലാവണം, അവരുടെ ചുറ്റുപാടുകൾ, അല്ലേ, അവരുടെ വർക്ക് സ്ട്രെസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫെസിലിറ്റി, അതായത് ജിമ്മിന്ന് ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ ദൂരം കൂടുതലാണെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ല. വരാൻ പറ്റുന്ന അത്ര കണ്ടീഷനിലുള്ള ഡേയ്സോ സെഷൻസോ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഡിപ്പെൻസ് ഓൺ ദെയർ ഗോൾ. വീട്ടിൽ സപ്പോർട്ടുണ്ട്, സോഷ്യൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സോ ഇത്രയധികം കാര്യങ്ങൾ
നമ്മൾ മനസ്സിലാക്കി അസസ് ചെയ്ത് ക്ലയന്റിന്റെ ഗോൾ എന്താന്ന് ക്ലയന്റിനോട് ചോദിച്ച് ആ ഗോള് സ്പെസിഫിക്കും മെഷറബിളും അറ്റൈനബിളും റിലവൻറ്റും ടൈം ബോണ്ടും ആക്കി നമ്മൾ അവരെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അതിന് തക്കതായിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരുമിച്ച് ചേർന്നുണ്ടാക്കും. അവർ സ്ഥിരമായിട്ട് നിൽക്കാൻ അതായത് റെഗുലർ എക്സസൈസർ ആയിട്ട് നിൽക്കാനുള്ള തക്കത്തിലുള്ള ബ്രെയിനും അവരുടെ ബിഹേവിയറൽ സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ, അതായത് അവരുടെ സ്വഭാവം ഓൾറെഡി അവരുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള, ചിലപ്പോൾ അവർക്ക് 5 ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ 2 ദിവസം പറ്റുള്ളൂ, ചിലപ്പോൾ ഇന്റൻസിറ്റി കൂടിയേ പറ്റില്ല, വളരെ കുറച്ചേ പറ്റുള്ളൂ. എന്നാലേ അവർക്ക് ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ ജിമ്മിൽ ഒരു റെഗുലർ എക്സസൈസർ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അതിന് നമ്മളെ കയ്യിൽ എക്സസൈസിന്റെ ബ്ലൂ പ്രിന്റ് വേണം. ഇനി ഈവൻ ദോ ഇതിന്റെ ഇടയിൽ പലതും സംഭവിക്കാം. അവർ ചിലപ്പോൾ 2 ദിവസം വരില്ല, ചിലപ്പോൾ ആ പാറ്റേൺ പുതിയതായിട്ട് കൊണ്ടുവന്നു. അവിടെയും പഠിച്ച ട്രെയിനേഴ്സിന് അറിയാം ഏത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം. അങ്ങനെ മാത്രമേ നമുക്കൊരു റെഗുലർ എക്സസൈസർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ റെഗുലർ എക്സസൈസർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രെയിനർക്ക് ആക്ച്വലി സമൂഹത്തിൽ ഒരുപാട് അസുഖങ്ങളെ തുടച്ചു മാറ്റാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ അവർക്ക് നമ്മളുടെ വേൾഡിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി ഹെൽത്തി. നല്ലൊരു ഹെൽത്ത് ഫിസിക്കലി മെൻ്റലി ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് സഹായിക്കുന്ന ആളാണ് ട്രെയിനർ. സോ ഞങ്ങളുടെ പേർപ്പസ് പറഞ്ഞു 70% ആൾക്കാർ. അപ്പോൾ ഏകദേശം 100 കോടി ജനങ്ങൾക്ക് ഇവിടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളതാണ്, പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളത്. ഇതിൽ നമ്മൾ 2033 ആകുമ്പോൾ 10 വർഷങ്ങൾ കൊണ്ട് 10 മില്യൺ ആളുകളിലേക്ക് ഫിറ്റ്നസിന്റെ അവയർനെസ് എത്തിക്കണം. അതിനുള്ള ഒരു മീഡിയമാണ് ഗ്രീൻസ് ഫിറ്റ്നസ് അക്കാദമി. അതിലെ സ്റ്റുഡൻസും അവർക്ക് നമ്മൾ ഈ മെസ്സേജ് കൊടുക്കും. അവിടെ നിന്ന് നമ്മളിത് മൾട്ടിപ്പിൾ ചെയ്ത് ജനങ്ങളിലേക്ക് പല രീതിയിലേക്ക് പല മാർഗത്തിലൂടെ, മീഡിയാസിലൂടെ, ടെഡ് ടോക്സിലൂടെ, സോഷ്യൽ മീഡിയാസിലൂടെ, വെബിനാർസിലൂടെ, സെമിനാർസിലൂടെ, ഫിറ്റ്നസ് എക്സ്പോയിലൂടെ, ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലൂടെ നമ്മൾ ഇത് ട്രെയിനേഴ്സിലൂടെ ജനങ്ങളിലേക്കും ഈ സർവീസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻസ് ഫിറ്റ്നസ് അക്കാദമിയുടെ മിഷൻ. സോ ഇപ്പോൾ ഗ്രീൻസ് ഫിറ്റ്നസ് അക്കാദമിയിൽ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസ്, അത് ഓരോരുത്തർ ആസ് പെർ ഗോളാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുക. അതായത് നമ്മൾ ഒരു കരിയർ, കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോരുത്തർക്കും എന്ത് വേണം, അതിനാണ് ഈ വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു പ്രൈം ഒരു പ്ലാറ്റിനം കോഴ്സാണ് ലെവൽ 3 UK സർട്ടിഫിക്കേഷൻ. ലെവൽ 3 UK സർട്ടിഫിക്കേഷൻ ഒരു റീസണബിൾ പ്രൈസിന് വളരെ ഡീപ്പായിട്ടുള്ള കണ്ടന്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജീസ് ഒക്കെ, അസസ്മെൻറ്റും ബിഹേവിയറൽ സയൻസ് സ്ട്രാറ്റജീസ്, അതായത് ട്രാൻസ് തിയറിറ്റിക്കൽ മോഡൽ, അതൊക്കെ വളരെ റീസണബിൾ പ്രൈസിന് നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ലെവൽ 3. ഓൾമോസ്റ്റ് 12ഓളം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ബിഹേവിയറൽ സയൻസ്, എക്സസൈസിൻ്റെ സൈക്കോളജി, അനാറ്റമി വരുന്നുണ്ട്, ഫിസിയോളജി വരുന്നുണ്ട്, ന്യൂട്രിഷൻ വരുന്നുണ്ട്, ദെൻ എങ്ങനെ ലൈക്ക് സ്പെഷ്യൽ പോപ്പുലേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ഇൻഷുറൻസും ഇതിൻ്റെ ലീഗൽ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് വളരെ ഡീപ്പായിട്ട് വരുന്ന സാധനമുണ്ട്. ഈ ഒരു ലെവൽ 3 വരുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ കണ്ടന്റ് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 lakh rupees മുകളിൽ നിങ്ങൾക്ക് മുടക്കണം. എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ US-ന്റെ NASM, ACSM ഒക്കെ നിങ്ങൾക്ക്, പിന്നെ NCSFന്റെ CSCS ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടും ചില രാജ്യങ്ങൾ അത് അംഗീകരിക്കാത്തത് കൊണ്ടും ആളുകൾ അതിലേക്ക് പോരാ. കാരണം ചില രാജ്യത്തിൽ കുറച്ച് അവരുടേതായിട്ടുള്ള ബിസിനസ്സും സ്ട്രാറ്റജീസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ കുറച്ച് സർട്ടിഫിക്കേഷൻസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ കണ്ടന്റ് ഐദർ നിങ്ങൾക്ക് ഏകദേശം 1 lakh plus നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കിട്ടുള്ളൂ. പക്ഷെ നമ്മളിത് റീസണബിൾ പ്രൈസിൽ കൊടുക്കും. കാരണം കുട്ടികൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി, ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം നല്ല ഇൻഫോർമേഷൻസും ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സും നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ റെഗുലർ എക്സസൈസിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് ആൾക്കാർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ശമ്പളം ചിലപ്പം ബിലോ 30, 40 അല്ലെങ്കിൽ 15 ഒക്കെ താഴത്തായിരിക്കും. അവർക്കൊക്കെ ചിലപ്പോൾ 1 lakh rupees അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
ഈ സർട്ടിഫിക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് ഓൾ ഓവർ ദ വേൾഡ് ലൈസൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഓരോ രാജ്യങ്ങളിലേക്കും ചിലപ്പം ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ് വരും. UAE റെപ്സോ, UK ആക്റ്റീവ് ഐക്യോ അല്ലെങ്കിൽ ഇറപ്സോ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. പക്ഷേ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങളൊരു ട്രെയിനർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു ലൈസൻസ്ഡ് പ്രൊഫഷണലാണ്. ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ MBBS ഉണ്ടാവണം. അതിപ്പം അളഗപ്പ യൂണിവേഴ്സിറ്റി നിന്നാണെന്നുണ്ടെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്നുണ്ടെങ്കിലും സർട്ടിഫിക്കേഷന് വാല്യൂ ഒന്നും ഒരു ഡോക്ടറാണ്. അതുപോലെ ഇത് നിങ്ങൾക്ക് ലൈസൻസ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ ലീഗലി ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ദെൻ ഇത് 2.5 മാസത്തെ കോഴ്സാണ്. ഓൺലൈനിലൂടെ നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അഥവാ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ലൈവ് ക്ലാസ്സൊക്കെ 9 o'clock ശേഷമാണ് വരുന്നത്. അഥവാ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ വരും. 2.5 മാസം കൊണ്ട് സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദെൻ നമ്മുടെ രണ്ടാമത്തെ സർട്ടിഫിക്കേഷൻ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന, ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻസ് ഫിറ്റ്നസ് അക്കാദമി പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടന്റ് നോക്കിയിട്ടാണ്, റിസർച്ചസ്. കാരണം ACSM ഒക്കെ വളരെ 25 വർഷം മുമ്പ് US ഒബിസിറ്റി പാൻഡമിക് ആയിട്ട് വളരാൻ തുടങ്ങിയ സമയത്ത് എക്സസൈസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനും സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് എക്സസൈസ് കൊടുക്കാനും രൂപീകരിച്ചൊരു ബോഡിയാണ് NCC എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുന്ന ബോഡിയാണ്. നമുക്ക് പഴയ ഒരു US സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ബർഗറൊക്കെ കഴിച്ച ആളുകളൊക്കെ വയറൊക്കെ ചാടി ഒരു വൃത്തിയിട്ട സ്റ്റേജിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ പോയിന്റിൽ ആ ഗവൺമെന്റ് എടുത്ത ഒരു നീക്കാണ്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യ ഒരു വേഴ്സ്റ്റ് കണ്ടീഷനിലാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. നമ്മളെപ്പോലുള്ള അക്കാദമികളും നമ്മളെപ്പോലുള്ള ഫിറ്റ്നസ് ട്രെയിനേഴ്സും പ്രൊഫഷണൽസും ആണ് ഇതിന് അവയർനെസ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. പക്ഷേ US ഉണ്ടാക്കിയ ലേറ്റസ്റ്റ് അത് ഓരോ 5 വർഷം കൂടുമ്പോൾ ഇവർ ഇതിൻ്റെ റിസർച്ചസ് മാറ്റും. പുതിയ റിസർച്ചസ്, പുതിയ സാധനങ്ങൾ, പുതിയതായിട്ട് എങ്ങനെ ഒരാളെ റെഗുലർ എക്സസൈസ് ആക്കാം, എങ്ങനെ ഒരാളെ ഹെൽത്തി ആക്കാം എന്നുള്ള കറക്റ്റ് റിസർച്ചസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അത് വളരെ പ്രാക്ടിക്കലാണ്, വളരെ അപ്ലിക്കബിൾ ആണ്. അത് പഠിച്ചവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള, അതായത് നമ്മുടെ ഫിറ്റ്നസിനോടുള്ള ഒരു പെർസ്പെക്റ്റീവ് തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോകും. ഈ ഒരു സർട്ടിഫിക്കേഷൻ ACSM NASM പോലുള്ള സർട്ടിഫിക്കേഷൻ, നമ്മുടെ പ്രൈം സർട്ടിഫിക്കേഷൻ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ സർട്ടിഫിക്കേഷൻസിലാണ്. ക്വാളിറ്റി ഉള്ള ട്രെയിനേഴ്സിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ ഈ ഒരു സർട്ടിഫിക്കേഷനിൽ നമുക്ക് മെയിൻലി പറയാനുള്ളത്, ഇതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 150 MCQ, 150 MCQ ആണ് എക്സാമിന് ഉണ്ടാവുക. 800 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ 500 മാർക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്സാവും. 500 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പാസ്സാവും. വളരെ എന്താ പറയുക, നമ്മളെ പ്രൈഡ്, വാല്യൂ, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട്, ബാംഗ്ലൂരൊക്കെ നിങ്ങൾ നല്ലൊരു ജിമ്മിൽ പോയിട്ട്, ഇപ്പോൾ ഗോൾഡ് ജിമ്മിലോ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ഫീൽഡിലെ കെൻസയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പോയിട്ട് ഞാനൊരു ACE സർട്ടിഫൈഡ് ആണ് അല്ലെങ്കിൽ അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് സർട്ടിഫൈഡ് ട്രെയിനർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർ യു ACE സർട്ടിഫൈഡ് എന്ന് ചോദിക്കും. കാരണം അവർക്ക് അതിൻ്റെ വാല്യൂ അറിയാം. കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്, കഷ്ടപ്പാട് തന്നെയാണ് കിട്ടാൻ. കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ ഈവൻ 10th സ്റ്റാൻഡേർഡ് വരെ പാസ് മാത്രം എഡ്യൂക്കേഷനുള്ള ആൾക്കാർ നമ്മളടുത്ത് നിന്ന് എടുത്തു പോയിരുന്നു. ഏറ്റവും കൂടുതൽ സൗത്തിൽ ACE സർട്ടിഫിക്കേഷൻ പാസ്സായത് നമ്മുടെ ഗ്രീൻസ് ഫിറ്റ്നസ് അക്കാദമിയാണ്. ഓൾമോസ്റ്റ് 200+, 300, അറൌണ്ട് 300 ആയിട്ടുള്ള ആൾക്കാർ അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസിൻ്റെ സർട്ടിഫിക്കേഷൻ പാസ്സായിട്ട് പോയിട്ടുണ്ട്. അത് കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 4 മാസം നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇരിക്കണം. എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 1 hour അതിൻ്റെ മുകളിൽ ഇരിക്കണം. അറ്റ്ലീസ്റ്റ് 1 hour. കാരണം ഇത് നമ്മൾ ഈ കാണുന്ന ഈ എന്താ പറയുക, ജസ്റ്റ് ബൈസെപ്സ് കേൾ അല്ലെങ്കിൽ ബെഞ്ച് പ്രസ്, ഈ പ്രാക്ടിക്കൽ ആ ഒരു വശത്തിനേക്കാളും ഇൻഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10 സെഷനിൽ 2-3 ദിവസം സെഷനായിട്ട് ഒരു കസ്റ്റമർ വരാതിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ അടുത്ത് നമ്മളൊരു എന്താ പറയുക, ഒരു ABC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്സ് നമ്മൾ മെത്തേഡ് അപ്ലൈ ചെയ്യും. ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ബ്രേക്കിംഗ് ദ ബാരിയർ, സീ കൊലാബറേഷൻ. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ആൾ പെട്ടെന്ന് 2-3 ദിവസം ബ്രേക്ക് ആവുകയാണ്. 2-3 ദിവസം ബ്രേക്ക് ആയതിന് ആക്ച്വൽ കാരണം എന്താണെന്നുള്ളത് ഓപ്പണായിട്ട് നമ്മളവിടെ സംസാരിക്കും. അതിനുള്ള സൊല്യൂഷനും അവർക്കറിയാം. അവിടെ നമുക്ക് എന്ത് കൊലാബറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ. ആ ചോദ്യത്തിലൂടെ തന്നെ ക്ലയൻറ്റ് ഈ പ്രോഗ്രാമിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നല്ല പറയുന്നത്, അതിനനുസരിച്ച് പ്രോഗ്രാം അൾട്ടർ ചെയ്യും നമ്മൾ. അവരിപ്പോൾ ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള പ്രോബ്ലം ആവാം. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും ചെറിയ കാര്യത്തിൽ അത്രയും ഡെപ്തിൽ അവർ ചിന്തിച്ചിട്ട് അവരെങ്ങനെയെങ്കിലും എക്സസൈസ് പ്രോഗ്രാമിൽ കൺസിസ്റ്റൻ്റ് ആക്കണം എന്ന് നോക്കുന്ന അത്ര ലെവലിലേക്ക് റിസർച്ച് എത്തിപ്പോയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ACE. ഇത്
ഈ സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ആർമിയിൽ ജോലി ഒരുപാട് ലൈക്ക് നല്ല യൂറോപ്യൻ അമേരിക്കൻ കമ്പനികളിൽ, അതായത് 5 സ്റ്റാർ ഹോട്ടൽസിൽ, ഷിപ്സിൽ, ദെൻ അമേരിക്കൻ കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിൽ ഇതൊക്കെ വളരെ ലൈക്ക് 20-25 ഇയേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് വേൾഡ്സ് ബെസ്റ്റ് ഫിറ്റ്നസ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിൽ ആദ്യം വരുന്നത് AC, ACS, NMS. ഇത് മൂന്നും NCCയുടെ അണ്ടറിൽ വരുന്ന സർട്ടിഫിക്കേഷനാണ്. നാഷണൽ സർട്ടിഫൈയിങ് കമ്മീഷൻ ഓഫ് അമേരിക്ക. ഞാൻ നേരത്തെ പറഞ്ഞ ഫെഡറൽ ഗവൺമെന്റിന്റെ ഒരു ബോഡിയാണ്. സോ ഇതിൽ ഞാൻ പറയാം, ഈ US കമ്പനി, UK കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ പലരും ഇപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ദുബായിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ചില മലയാളി കമ്പനി, എല്ലാവരും ഞാൻ പറയില്ല, ജനറലൈസ് ചെയ്യുന്നില്ല, വളരെ മീൻസ് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ജിം ഉണ്ടായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ കൾച്ചർ കുറവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് എന്താ വെച്ചാൽ നിങ്ങൾ ഈ അന്യനാട്ടിൽ വന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ പൈസ ഉണ്ടാക്കുക. അതിന് അവർ ചിലപ്പോൾ 12 മണിക്കൂർ 16 മണിക്കൂറൊക്കെ ഡ്യൂട്ടി ആയിട്ട് തരും. അവരെ നിങ്ങൾ മെന്റലി കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്യും. ചിലപ്പം നിങ്ങൾക്ക് വരാനുള്ള പേയ്മെന്റ് തരില്ല, വിസ നിങ്ങൾ പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും, വേറെ കുറേ അണ്ടർ ദ ടേബിൾ പ്രോബ്ലം, പൊളിറ്റിക്സ്. സോ ഈ ഒരു സംഭവത്തിനെ പറ്റി നമുക്ക് ജീവിതമേ മടുത്തു പോകുന്ന ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ സ്റ്റുഡൻസിന് അനുഭവങ്ങളുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് ഞാൻ ഇവിടുന്ന് എന്താ പറയുക റെഫർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു US സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ UK സ്റ്റാൻഡേർഡിൽ അവർക്ക് അവരുടെ എംപ്ലോയേഴ്സിന് കറക്റ്റായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ അടുത്ത് അനാവശ്യമായിട്ട് വർത്താനം പറയാൻ പാടില്ല. 8 hours കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പേഴ്സണൽ ലൈഫാണ്. അവിടെ ആ ലൈഫിൽ കയറിയിട്ട് ഇവർക്ക് ഒരു രീതിയിലും ഇടപെടാൻ പാടില്ല. 6 മാസം കൂടുമ്പോൾ ബോണസ്, നല്ലൊരു ബേസിക് സാലറി, പേഴ്സണൽ ട്രെയിനിങ്, നല്ല പേയ്മെൻറ്റ്. ബട്ട് ലൈക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാതെ, ഇപ്പോൾ നിങ്ങൾക്ക് യോഗ അറിയാം പക്ഷേ യോഗൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല. പക്ക നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അവർ പക്ക അതിൻ്റെ അതായത് ഡോക്യുമെന്റേഷൻ, അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ പക്ക ആയിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇതൊക്കെ ജോലി കിട്ടും നമുക്ക്. ഇതൊക്കെ ഞാൻ പ്രൂവ് ഞാൻ ആക്ച്വലി 10th എനിക്ക് ഇതില്ല, ഒരു ഡിഗ്രി ഇല്ല, +2 ഞാൻ ഫെയിലാണ്. അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് എടുത്തിട്ടുണ്ട്, ലെവൽ 4 എടുത്തിട്ടുണ്ട്, ഒരുപാട് സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അമേരിക്കൻ കമ്പനിയിൽ പെക്ടസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ കാരണം പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ എൻ്റെ ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള, എനിക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അവർ ഇൻ്റർവ്യൂവിൽ ഞാൻ ക്രാക്ക് ചെയ്തു. ഇറ്റ്സ് ബിഗ് ഡീൽ. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് കിട്ടും. ദെൻ ഇതാണ് നമ്മുടെ ഗ്ലോബൽ CPT അല്ലെങ്കിൽ എയ്സ് നമ്മളെ അൾട്ടിമേറ്റ് ഗ്രീൻസ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന എയ്സ് എടുക്കാനാ പറയും. വാല്യൂ ബേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ healthyfyme.com ട്രെയിനേഴ്സിനെ നോക്കുക, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, കാണാൻ പറ്റും. എയ്സ് കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. ബാംഗ്ലൂർ ഗോൾസ്, ചെന്നൈ ഗോൾസ്, then this place ഫിറ്റ്നസ് ഫസ്റ്റ്, സ്നാപ്പ് ഫിറ്റ്നസ്, അതായത് ബ്രാൻഡായിട്ടുള്ള ഏതൊരു ജിമ്മുകൾ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരടുത്ത് എയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മേജർ ട്രെയിനേഴ്സൊക്കെ എയ്സ് ആയിരിക്കും. കൊച്ചി ഗോൾസ് എയ്സാണ്, തൃശ്ശൂർ ഗോൾസ്, ട്രിവാൻഡ്രം ഗോൾസ് എയ്സാണ് വരുന്നത്. ഈവൻ നമ്മളെ അക്കാദമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്, അതായത് 4 മലയാളി സ്റ്റുഡൻസ് കാശ്മീർ ഗോൾസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ട്രാവൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസം അവിടെ നിന്ന് ഞാൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ എൻ്റെ വൈഫും കൂടി അവിടെ നിന്ന് ചെയ്ത് അവിടെ 4 ആൾക്കാരെ ട്രെയിനിങ്, 4 ആളും ആക്ച്വലി മലയാളി ഇതാണ് അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തിരിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ്, വൺ ഓഫ് ദ ബെസ്റ്റ്. ബട്ട് നിങ്ങൾക്കിപ്പോൾ ഈ UAE-യിലേക്കോ, UAE വേറൊരു രാജ്യമില്ല, UAE-യിൽ ആക്ച്വലി എയ്സ് വർക്ക് ചെയ്യുന്നില്ല. മലയാളീസ് ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ എയ്സ് എടുക്കാൻ പറ്റില്ല, ലൈക്ക് എയ്സ് അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളൊരു അമേരിക്കക്കാരനാണെന്നുണ്ടെങ്കിൽ അവിടെ എയ്സ് ആക്സെപ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഫുൾ സ്റ്റാറ്റസിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ബോഡി ലൈക്ക് 4 years back 5 years back അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ബോഡി ഒന്നുമില്ല. ഈവൻ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ട്രെയിൻ ചെയ്യുന്നു, സ്റ്റിൽ അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഈവൻ ലെവൽ 3 എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ വേറെ കോംപ്ലിക്കേഷൻ. ഇപ്പോൾ റീസെന്റ് നമ്മളൊരു സ്റ്റുഡൻറ്റ് വന്ന് ഒരു ജിമ്മിൽ എയ്സ് ചോദിച്ചു എന്ന് പറഞ്ഞ് വന്നിട്ട് എയ്സ് എടുത്തിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി ജിമ്മുകളിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ റെപ്സിന്റെ സർട്ടിഫിക്കേഷൻ വേണം. കരിക്കുലം ബേസ് സീരിയസ്ലി നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് എയ്സിന്റെ ഒരു 10% ഉണ്ടാവില്ല നമുക്ക് പഠിക്കാൻ, 10% ഉണ്ടാവില്ല. റെപ്സ് ആണെന്നുണ്ടെങ്കിലും റെപ്സ് ആണെങ്കിൽ ഈ 2 നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ സ്റ്റാറ്റസ് കിട്ടുക. വളരെ സിമ്പിളാണ്. അത് 2.5 മാസത്തെ കോഴ്സാണ് ടോട്ടൽ വരുന്നത്. അതിൽ 50 MCQ ആണ്. റെപ്സിന് 50 MCQ ഒരു വൈവ.
ദെൻ ഐറബ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാം, ഒരു അസൈൻമെൻറ്റ്, ദെൻ 2 വൈവ, 2 MCQ. ഇതാണ് ഒരു പ്രൊസീജിയർ. ഇത് നമുക്ക് 2.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. കണ്ടന്റ് വൈസ് ആക്ച്വലി നത്തിങ്. കാരണം ഇതൊരു ബിസിനസ് മോഡലാണ്. സോ അവരത് മാൻഡേറ്ററി ആക്കി. ഒരാൾ ഇവിടുന്ന് നമ്മുടെ ഇറപ്സിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 400 ദിർഹംസ് കൊടുത്തിട്ട് 400 ദിർഹംസ് കൊടുത്താൽ മാത്രമേ അവിടെ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ 400 ദിർഹംസ് അൾട്ടിമേറ്റ്ലി അവരുടെ കയ്യിലേക്കാണ് പോകുന്നത്. ഈവൻ കുട്ടികൾ എത്ര അധികം പഠിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയ്സ് ഉണ്ടോ, ACSM ഉണ്ടോ എന്നുള്ളതൊന്നല്ല നോക്കുന്നത്. ഇവർ പറഞ്ഞ സർട്ടിഫിക്കേഷൻ നമ്മൾ പൈസ കൊടുത്തിട്ട് എടുക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ട് എടുക്കണം. ദെൻ അവിടെ പോയിട്ട് നമ്മൾ 400 ദിർഹംസ് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആക്കി വെച്ചിരിക്കാൻ. അതാണ് അവരുടെ ഒരു മെയിൻ ഗെയിം. അത് ഈവൻ ഇപ്പോൾ കേരളത്തിൽ നിന്ന് അതെടുത്ത് പോയിട്ടില്ലെങ്കിൽ അവിടുന്ന് സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ അത് അവരുടെ UAE റെപ്സിൻ്റെ അണ്ടറിൽ വരുന്ന സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് 3.5 lakh rupees വരും. 3 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കണം. ഈവൻ ഇവിടെ നിന്ന് എയ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ ബെറ്റർ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ദുബായിൽ നിന്നുള്ള ആൾക്കാർ നമ്മളിവിടെ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഈ സർട്ടിഫിക്കേഷൻ എടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ ഈ സർട്ടിഫിക്കേഷൻ എന്താ പറയുക ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എടുത്ത് പോകാനൊക്കെ പറ്റും. ബട്ട് ഒരു പ്രൊഫഷണൽ എപ്പോഴും എയിം ചെയ്യേണ്ടത് മോർ ഇൻഫോർമേഷൻസിലേക്കാണ്. കാരണം ഇൻഫോർമേഷനും നോളജ് മാത്രമേ അയാളെ വളർത്തുള്ളൂ. കാരണം അയാളെ പെർസ്പെക്റ്റീവ്, അയാളെ കാഴ്ചപ്പാടിൽ നമ്മൾ ലോകം കാണുന്ന കാഴ്ചപ്പാട് മാറും. നമ്മൾ വേറൊരു ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. കാരണം ആ ആംഗിൾ നമ്മൾ ഈ ഒരു പൈസ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലി, ഡിഗ്നിറ്റി, അതിനേക്കാളും അപ്പുറത്തേക്ക് നമുക്കൊരു പേർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള റൂട്ട് ഇതാണ് കറക്റ്റ് വേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ നമ്മളുടെ അടുത്തേക്ക് അട്രാക്റ്റ് പെടും. ഇത് വളരെ മാജിക്കലായിട്ടാണ് എൻ്റെ ഈ പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ കരിയർ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക, പല മേഖലകളിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ തിങ്സ്. അപ്പോൾ നമുക്ക് ഓരോ ആളുകൾ നമ്മളിലേക്ക് വരുന്ന പരിചയപ്പെടുന്നതും നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ബ്യൂട്ടിയാണ്. അത് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സത്യം എന്താന്ന് അറിയാൻ ശ്രമിക്കണം. സോ വാട്ട് ഈസ് ഇറ്റ്, എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് ആ ക്യൂരിയോസിറ്റി നമുക്ക് കിട്ടുക, ആ പാഷൻ്റെ ക്യൂരിയോസിറ്റി. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ എൻ്റെത് അക്കാഡമിക്സിൽ പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, എന്താ പറയുക, ഇഞ്ചുറി അല്ലെങ്കിൽ റീഹാബ്, പല ആംഗിളിലേക്കും പലരുടെ മൈൻഡിനനുസരിച്ച് ഇത് മാറും. അപ്പം ഞാൻ പറയുന്നത് സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇൻഫോർമേഷൻസിൽ ഫോക്കസ് ചെയ്യുക. എന്നെ പ്രൊഫഷണൽ ആക്കുക എന്താണ്, ഏത് ഇൻഫോർമേഷനാണ്, അതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ബട്ട് ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, ലൈക്ക് ഇവിടെ ഈ ഒരു ഏരിയാസിലും ലൈക്ക് സൗദി, ഇവിടെയൊക്കെ നമുക്ക് എയ്സ് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. അപ്പം ഈ ഒറ്റ UAE പോകുന്നവർ മാത്രം ശ്രദ്ധിക്കാം. ഐദർ റെപ്സ് ഓർ ഇറപ്സ് എടുക്കുക. റെപ്സ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ്. ഞാൻ പറഞ്ഞില്ല 5-6 ഇതുണ്ട്. അതായത് ഇന്ത്യൻ റെപ്സ് 5-6 എക്സാം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ റെപ്സ് കുറച്ചും കൂടി എളുപ്പമാണ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ. 2-2.5 മാസ്റ്റർ ക്ലാസ് ഒരേ കരിക്കുലം തന്നെയാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കരിക്കുലം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ ലെവൽ 4 എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഇന്ത്യൻ ഗവൺമെൻറ് NSDCയുടെ സർട്ടിഫിക്കേഷനാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷനാണ്. ഈ സർട്ടിഫിക്കേഷനും കണ്ടന്റ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറപ്സിൻ്റെ ഒക്കെ കണ്ടന്റ് തന്നെയാണ് വരുന്നത്. 10ഓളം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ബേസിക്സ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യകത വരുന്നത് 2.5 മാസത്തെ കോഴ്സ് തന്നെയാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആവശ്യകത ഇപ്പോൾ നാട്ടിൽ ജോലി ചെയ്യേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ജിം ഓപ്പൺ ചെയ്യാൻ പോകാൻ അപ്പോൾ അവർക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. ആ ലൈസൻസ് എടുക്കാൻ വേണ്ടി, കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് വരുന്നത്. കണ്ടന്റ് വൈസ് ഇറ്റ്സ് നത്തിങ് ലൈക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാടൊന്നും എടുക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ട് സ്കില്ലിൻ്റെ എടുക്കാൻ വരണ്ട. കാരണം അതിൻ്റെ മുകളിൽ ഏറ്റവും എടുക്കണം പ്രൈസ് കുറവിലാണെന്നുണ്ടെങ്കിൽ ലെവൽ 3 UK അക്രഡിറ്റഡ് സർട്ടിഫിക്കേഷൻ നിങ്ങൾ എടുക്കേണ്ടത്. അതിൽ എയ്സിൻ്റെ കണ്ടന്റ് നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്താണ്. ഇത് ഒരു ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഒന്നും ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. നാട്ടിലൊരു ജിമ്മ് തുടങ്ങാം, എന്തെങ്കിലും ഫിറ്റ്നസ് ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു സർട്ടിഫിക്കേഷൻ, സ്കിൽ ഇന്ത്യ ലെവൽ 4 സർട്ടിഫിക്കേഷൻ. ദെൻ ന്യൂട്രീഷൻ്റെ സർട്ടിഫിക്കേഷൻ. ന്യൂട്രീഷൻ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ആക്ച്വലി ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആക്ച്വലി ഒരു ഡയറ്റീഷ്യന് മാത്രമേ ഒരു
ഒരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ എഴുതി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ന്യൂട്രീഷനിസ്റ്റിന് അത് സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു 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 സജഷൻ കൊടുക്കാൻ മാത്രം ആധികാരികമായിട്ട് അവർക്ക് എഴുതി പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അത് സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡയറ്റീഷ്യൻ്റെത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോൻ്റെതോ ഏതെങ്കിലും 3 വർഷത്തെ 2 വർഷത്തെ 1 വർഷത്തൊക്കെ ഡിപ്ലോമ കോഴ്സസുകളോ അല്ലാന്നുണ്ടെങ്കിൽ PSc കോഴ്സസുകളോ എടുക്കണം. ബട്ട് ജിമ്മിലൊരു ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് ജോലി കിട്ടണമെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ സർട്ടിഫിക്കേഷൻ ധാരാളമാണ്. ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. പക്ഷേ ഇന്ത്യയിൽ ഞാൻ ഇത്ര കാലത്തെ റിസർച്ചിൽ ആക്ച്വലി വളരെ ബേസിക് ആയിട്ടുള്ള കരിക്കുലം, പേസിലൊക്കെ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ന്യൂട്രീഷനിൽ പല അക്കാദമീസും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പല അക്കാദമീസും ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തതിൽ മനസ്സിലായി. ബട്ട് NCCയുടെ NASM ഒരു ഫിറ്റ്നസിനെ കുറിച്ചിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് വൺ, ബട്ട് ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ഒരു 60,000 70,000 റുപ്പീസ് അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലൈക്ക് 2.5 മന്തിൻ്റെ കോഴ്സാണ് ടോട്ടൽ വരുന്നത്. അത് വെറുതെയായിരിക്കും, കാരണം റിസർച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. മറ്റേത് സാധാ കരിക്കുലം, വളരെ ബേസിക് ആയിട്ടുള്ള കരിക്കുലം. നമുക്ക് ചിലപ്പോൾ ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടുമായിരിക്കും, ബട്ട് ഡസൻറ്റ് മീൻ എനിത്തിങ്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ മനസ്സിലാക്കിയ നമ്മൾ റിസർച്ചിൽ NASMൻ്റെ ന്യൂട്രീഷൻ്റെ സർട്ടിഫിക്കേഷൻ ഇസ് ദ ബെസ്റ്റ്. 2.5 മാസത്തെ കോഴ്സാണ്, നമുക്കത് ചെയ്യാം. 70,000-75,000 റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് നല്ല എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കയ്യിൽ വെക്കാനുള്ള സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉണ്ട്. സ്കിൽ ഇന്ത്യൻ്റെ നമ്മുടെ ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ ഉണ്ട്. ലൈക്ക് വലിയ റീസണബിൾ പ്രൈസാണ്, നിങ്ങൾക്ക് ഒരു 90,000 റുപ്പീസിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. 2 മാസത്തെ കോഴ്സാണ് വരുന്നത്. CNESൻ്റെ ഒരു ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ ഉണ്ട്, ലൈക്ക് 2 മന്തിൻ്റെ കോഴ്സാണ്. ഓൾമോസ്റ്റ് 20,000 ഉള്ളിൽ തന്നെ അത് വരുന്നുള്ളൂ. ദെൻ ഈ ഒരു റേഞ്ചിൽ 20,000 റേഞ്ചിൽ ഓൾമോസ്റ്റ് ഒരു 10ഓളം ഈ ഫിറ്റ്നസ് ട്രെയിനിങ് ന്യൂട്രീഷൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. ബട്ട് നിങ്ങൾക്കതൊരു സർട്ടിഫിക്കേഷനായിട്ട് കൊണ്ടുനടക്കാം, കണ്ടന്റ് ആ കാമ്പ് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദെൻ ഇറബ്സും ഇതും ഞാൻ പറഞ്ഞു, കേസ് ഞാൻ പറഞ്ഞു. സോ ഗ്രീൻസ് ഫിറ്റ്നസ് അക്കാദമി ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഇല്ല. നമ്മൾ കസ്റ്റമായിട്ട് UK ചെയ്തത് അത് മെജോറിറ്റി ഓഫ് ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ കാരണം ഓരോ ചില അക്കാദമികളിൽ ചില രാജ്യങ്ങളിലേക്ക് പോകുന്ന സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പാടില്ല, കാരണം അവരുടെ അക്രഡിഷൻ ബോഡിക്കൊക്കെ അത് പ്രോബ്ലം വരും. അതുകൊണ്ട് തന്നെ പല അക്കാദമികളിലും അവർക്ക് കൊടുക്കാൻ പറ്റാത്ത സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് എന്താ പറയുക, അവർ നിങ്ങളടുത്ത് പറയില്ല. ലൈക്ക് അവരുടെ സർട്ടിഫിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അതായത് ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അക്രഡിക്ഷനോട് ഒരു കൊലാബറേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് നമ്മൾ ഈ ആമസോണൊക്കെ ചെയ്യുന്ന പോലെ മറ്റ് പല പ്രോഡക്ട്സ് ആയിട്ട്, അതായത് ഇറബ്സ് ആയിട്ടും ഐറബ്സ് ആയിട്ടും എയ്സ് ആയിട്ടും ഇത് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാദമികളുമായിട്ടുള്ള വളരെ നല്ല സൗഹൃദ ബന്ധവും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പാർട്ട്ണർഷിപ്പും കൂടി ചേർന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലുള്ള സർട്ടിഫിക്കേഷൻസും ഏത് സ്ഥലത്തേക്ക് പോകാനുള്ള സർട്ടിഫിക്കേഷനും നമ്മൾ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തു തരും റീസണബിൾ പ്രൈസിൽ. ചില സർട്ടിഫിക്കേഷൻസിന് പ്രൈസ് ഉണ്ട്, അതിന് ആ ഒരു വെർത്തും ആ ഒരു വാല്യൂ അതിനുള്ളത് കൊണ്ട് തന്നെയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു അമേസിങ് ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു കരിയറിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻസായിട്ട് ബന്ധപ്പെടുക. ഗ്രീൻസിൽ നിങ്ങൾക്കുള്ള കറക്റ്റ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ഓൺലൈൻ ട്രെയിനിങ് ചെയ്യാനാണോ, അത് ഏത് പാതയിലും. കാരണം എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്ററൊക്കെ കേരളത്തിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡ്രീമാക്ക്, അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്ര, ലൈക്ക് റിമി ടോമി, ദെൻ എല്ലാ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ATP അബിൻ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ഫിറ്റ് ട്രീറ്റ് കപ്പിൾ എന്നുള്ള പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. വലിയ സ്കെയിലാണ് അവർ, വലിയ സ്കെയിലാണ്. ഈവൻ റീസെൻ്റ്ലി പേളി മാണി വന്ന് അവർ ആ ഒരു ലെവലിലേക്ക് അവർ മാർക്കറ്റിംഗ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ എത്ര വളർച്ച ഉണ്ട് എന്നുള്ളത്. വളരെ അധികം നിങ്ങൾക്ക് ഫൈനാൻഷ്യലി, മോർ ഓവർ യു വിൽ ഗെറ്റ് പീസ്, സമാധാനം ഉണ്ടാവും. ദെൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം,
ഒരുപാട് സഹായിക്കാം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രി. സോ താങ്ക് യു വെരി മച്ച്.